ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈ ബിരിയാണി കൊടുക്കുന്ന ഒരു ഹോട്ടലിലാണ്. ഇനി തമിഴ്നാടൻ ബിരിയാണി കഴിക്കാൻ തമിഴ്നാട്ടിൽ പോകണമെന്നില്ല, അവിടെ ഇല്ലേ ഏകദേശം ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ ഉച്ചക്ക് ഒരു 2 മണിക്ക് ശേഷമാണ് പോയത്. അന്നേരം ഇവിടെ നല്ല തിരക്കുണ്ടായിനി. എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബിരിയാണി തീർന്നു, രണ്ടാമത്തെ ബിരിയാണിക്ക് ഇരിക്കുന്നവരാണ് അത്. അതുകൊണ്ടാണ് അവിടെ നല്ല തിരക്കുണ്ടായിനി. പാർസൽ കൊടുക്കുന്നതിൽ ഒരു പീസ് എക്സ്ട്രാ ഉണ്ട് എന്നാണ് തോന്നുന്നു, കാരണം അവർ എക്സ്ട്രാ ഒന്ന് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിനി. ഇവർ കൊടുക്കുന്ന എല്ലാ ബിരിയാണിയിലും ഒരു ലെഗ് പീസും വേറൊരു ചെറിയൊരു പീസും ഉണ്ടാവും. ഇതിന് മാത്രം കോഴിക്കോട് ഇത്ര കാലില്ലേ? ഇവിടെ പോവാൻ സമയമില്ല എന്നാരും പറയണ്ട. ഇതൊരു ഞായറാഴ്ചയാണ്, ഞായറാഴ്ച തുറന്നിട്ടുണ്ട്, ബാക്കിയുള്ള ദിവസവും തുറക്കുന്നുണ്ട്. അപ്പോൾ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ രണ്ടാമത്തെ പീസ് എന്ന് പറഞ്ഞാൽ ചെറിയ പീസാണ് നിങ്ങൾ കാണുന്നത്. ബീഫ് ബിരിയാണി ഉണ്ട് എന്ന് പറയുന്നുണ്ടായിന്, നമ്മൾ പോയിട്ട് ചോദിച്ച സമയത്ത് തീർന്നു എന്നാണ് പറഞ്ഞത്. ഇതിലിപ്പം ബിരിയാണിനൊന്നും വെച്ച് ഒരു മുട്ടയും 2 പീസ് എന്ന് പറയാൻ 2 പീസ്, ഒരു പീസ് കാല്, മറ്റേത് ചെറുത്, അത് അത്ര കാണാൻ അത്രേ ഇല്ലൂ. ഈ ബിരിയാണിയുടെ വില ഇവിടെ 100 രൂപ. പക്ഷേ സംഭവം അടിപൊളി തന്നെയാണ്. ക്വാണ്ടിറ്റീൻ്റെ കാര്യത്തിലാണ് ചെറിയ പ്രശ്നം വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വയറങ്ങോട്ട് ഫുള്ളായിട്ടാണ്. പിന്നെ 100 രൂപക്ക് അൺലിമിറ്റഡ് ഒന്നും കൊടുക്കൂലല്ലോ. ഇത് ഏടെ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അതായത് മൻസൂർ ഹോസ്പിറ്റലിൽ നിന്ന് 100 മീറ്റർ പോയാൽ ഒരു ടീ ഹബ് എത്തും. അതായത് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ. അവിടെ നിന്ന് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ചെന്നൈ ബിരിയാണി എത്തും. അപ്പോൾ പോയി കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.